ആഫ്രിക്കയിലെ സവന്നകളിൽ മഞ്ഞവെയിൽ പടരുമ്പോൾ അവിടെ നിശബ്ദമായൊരു യുദ്ധത്തിന് അരങ്ങൊരുങ്ങുകയാണ്. സ്വർണ്ണനിറത്തിലുള്ള പുല്ലുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന വേട്ടക്കാരനും അല്പമകലെ ജാഗ്രതയോടെ നിൽക്കുന്ന ഇരയും തമ്മിലുള്ള പോരാട്ടം. ഇതൊരു വെറും വേട്ടയല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയുടെ ലാബിൽ നടക്കുന്ന ഒരു ഇവല്യൂഷണറി ആംസ് റേസാണ്. വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പ് പോലെ കുതിച്ചുപായുന്നൊരു ചീറ്റപ്പുലിയെ സങ്കൽപ്പിക്കുക. അതിൻ്റെ ശരീരം പ്രകൃതിയുടെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. വായുവിനെ കീറിമുറിക്കാൻ പാകത്തിൽ മെലിഞ്ഞുണങ്ങിയ ഉടൽ, വായുവിൽ ദിശ മാറ്റാൻ സഹായിക്കുന്ന ഒരു പങ്കായം പോലെയുള്ള വാല്, മണ്ണിൽ തെന്നിപ്പോകാതിരിക്കാൻ ഗ്രിപ്പ് നൽകുന്ന നഖങ്ങൾ. ചീറ്റ എന്ന ഈ അതിവേഗ യന്ത്രത്തെ വാർത്തെടുത്തത് ഒരു ശില്പിയല്ല, നാച്ചുറൽ സെലക്ഷൻ എന്ന പ്രക്രിയയാണ്. എന്നാൽ മറുഭാഗത്ത് നിൽക്കുന്ന ഇരയുടെ അവസ്ഥയോ? ഗസലുകളുടെ ശരീരവും അതിജീവനത്തിനായി പാകപ്പെട്ടതാണ്. ഏതാണ്ട് 360 ഡിഗ്രിയിൽ ലോകത്തെ വീക്ഷിക്കാൻ സഹായിക്കുന്ന കണ്ണുകൾ, പുല്ലിലെ ചെറിയ ചലനം പോലും തിരിച്ചറിയാൻ ശേഷിയുള്ള കേൾവിശക്തി. വേട്ടക്കാരൻ മിനുങ്ങുമ്പോൾ ഇരയ്ക്കും മിനുങ്ങേണ്ടി വരുന്നു. ഇതൊരവസാനിക്കാത്ത മത്സരമാണ്. ഇവിടെ ആയുധങ്ങൾ മിനുക്കുന്നത് ഒരാളുടെ വംശം ഭൂമിയിൽ അവശേഷിപ്പിക്കാനാണ്. പ്രശസ്ത പരിണാമശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഡോക്കിൻസ് ഇതിനെ ലൈഫ് ഡിന്നർ തത്വം എന്ന് വിളിക്കുന്നു. ചീറ്റപ്പുലിക്ക് ഈ ഓട്ടം ഒരു നേരത്തെ ഡിന്നറിന് വേണ്ടിയാണ്. എന്നാൽ ഗസലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടം അതിൻ്റെ ജീവനു വേണ്ടിയുള്ളതാണ്. തോറ്റുപോയാൽ തിരുത്താൻ മറ്റൊരവസരം അതിന് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ വേട്ടക്കാരനേക്കാൾ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നത് ഇരകളാണ്. മരണം തൊട്ടു പിന്നാലെയുള്ളതുകൊണ്ടാണ് ജീവൻ ഇത്രമേൽ വേഗതയുള്ളതായി മാറുന്നത്. ഇവിടെ വിധിയില്ല, പ്രാർത്ഥനകളില്ല. സത്യാവസ്ഥയിൽ പ്രകൃതി ഇവിടെ നിശബ്ദമായൊരു സാക്ഷി മാത്രമാണ്. ഭൗതിക നിയമങ്ങളുടെയും ജൈവികമായ കഴിവിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് വിജയി നിശ്ചയിക്കപ്പെടുന്നത്. പുല്ലിലെ ഊർജം മാനിലേക്കും അത് ചീട്ടയിലേക്കും മാറുന്നൊരു ചക്രം. അവസാനം പൊടിപടലങ്ങൾ അടങ്ങുമ്പോൾ ആ നിമിഷം ആർക്കാണോ കൂടുതൽ ബയോളജിക്കൽ ഫിറ്റ്നസ് ഉള്ളത് അവൻ നിലനിൽക്കുന്നു. ഇതാണ് അതിജീവനത്തിൻ്റെ ലളിതമായ സത്യം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ശാസ്ത്രീയ കൗതുകങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.